ശബരിമലയിലെ ആടിയ നെയ് ശിഷ്ടം തട്ടിപ്പിലെ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ്. പ്രാഥമിക അന്വേഷണത്തിൽ 21 ലക്ഷത്തിന്റെ ക്രമക്കേട്. ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസേഴ്സ് ഉൾപ്പെടെ 33 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ആടിയ നെയ് ശിഷ്ടം തട്ടിപ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നത്. അതിൽ വിജിലൻസിനോട് വിശദമായി അന്വേഷിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ആടിയ നെയ് ശിഷ്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 21,39,000 രൂപയുടെ ക്രമക്കേട് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. 33 പ്രതികളാണുള്ളത്. അതിൽ ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസർമാരടക്കമുള്ള ആളുകൾ പ്രതികളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന്, ഈ പ്രസാദം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പെട്ടിക്കടയിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കും എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് കണക്കുകൾ സൂക്ഷിക്കാൻ കൃത്യമായ ശാസ്ത്രീയമായ രീതി അവലംബിക്കാൻ നിർദ്ദേശങ്ങൾ, 8ഓളം വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. 45 ദിവസത്തിനകം തന്നെ അടുത്ത റിപ്പോർട്ട് ഉണ്ടാകും. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാകും. ഉന്മേഷ്. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.